ശിവായ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ പരശിവസ്തവത്തിലെ മറ്റൊരു ശ്ലോകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിദുർഘട ദുർവിപാക സംഗതിയിൽ പെട്ടുഴലുന്നോരെന്നെ നീ പ്രതിബോധ്യ നിജസ്വരൂപ തൽസ്ഥിതിയിൽ തന്നെ നിർത്തുകീശ്വര. അല്ലയോ ഭഗവാനെ, എന്നെ തൽസ്വരൂപത്തിൽ തന്നെ നിർത്തുക. എന്താണ് അതിന് വേണ്ടത്? ഞാൻ തൽസ്വരൂപമായി തന്നെ നിലനിൽക്കുകയാണ്, പക്ഷേ ആ ബോധം എനിക്കില്ല. ആ ബോധത്തിൽ തന്നെ എപ്പോഴും നിൽക്കാൻ അല്ലയോ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ആ ബോധത്തിൽ നിൽക്കാത്തത്? അതിദുർഘട ദുർവിപാക സംഗതിയിൽ പെട്ടുഴലുന്നു. അതിദുർഘടമായ അനേകം ദുർവിപാകങ്ങളിൽപ്പെട്ട് അനേകം പ്രാരബ്ധ കർമ്മങ്ങളിൽപ്പെട്ട് ഞാൻ ഉഴലുന്നു. ഓരോ നിമിഷവും 100 പ്രാരബ്ധ കർമ്മങ്ങളിൽപ്പെട്ട് ഞാൻ ഉഴലുകയാണ്. അതുകൊണ്ട് നിജസ്വരൂപത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങ് എന്നെ നിജസ്വരൂപത്തിൽ, എൻ്റേതായ സ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ നിൽക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിദുർഘട ദുർവിപാക സംഗതിയിൽപ്പെട്ടുഴലുന്ന എന്നെ പ്രതിബോധ്യ, ഉണർത്തൂ എന്നാണ് പറയുന്നത്. ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്. മായയിൽപ്പെട്ട് ദുർവിഭാഗത്തിൽപ്പെട്ട് അനേകം കർമ്മങ്ങളിൽപ്പെട്ട് ഞാൻ മായാബദ്ധനായി ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന എന്നെ ഉണർത്തൂ, ഉണര് ഉണര് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ ഈ സാധകനെ ഉണർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ശിവഭഗവാനാണ് ഉറങ്ങിക്കിടക്കുന്ന എന്നെ ഉണർത്തുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം സംഭവിച്ചത്? ഞാൻ ദുർവിപാക സംഗതിയിൽപ്പെട്ടുഴലുകയാണ്. അനേകം കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഞാൻ ഉഴലുകയാണ്, ഞാൻ വിഷമിക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ ആ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരാൻ അല്ലയോ ഭഗവാൻ, അല്ലയോ ശിവ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ, അങ്ങയുടെ അരുളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഉറക്കത്തിൽ നിന്ന്, ഈ ദുർവിപാക ദുഷ്കൃതിയിൽപ്പെട്ട് കഴിയുന്ന എനിക്ക് യഥാർത്ഥ സ്വരൂപം കണ്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ ഉണർത്തുക. അപ്പോൾ ശിവഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഞാൻ ഉണരുകയുള്ളൂ. സാധാരണ നമ്മളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. മായാബന്ധങ്ങളിൽപ്പെട്ട് പ്രാരബ്ധ കർമ്മങ്ങളിൽപ്പെട്ട് നാം ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങുന്ന എന്നെ, അതായത് ഞാനെന്ന ആ യാഥാർത്ഥ്യം എനിക്ക് അല്ലയോ ഭഗവാൻ അങ്ങ് കാണിച്ചു തരൂ. എൻ്റെ യഥാർത്ഥ സ്വരൂപം, എൻ്റെ നിജസ്വരൂപം, ഞാൻ ശിവനാണ് എന്നുള്ള ആ സത്യം അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് കാണിച്ചു തരൂ എന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. അതായത് ഒരു സാധകൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. അനേകായിരം പ്രാരാബ്ധ കർമ്മങ്ങളിൽപ്പെട്ട് നാം ഉഴലുന്നു. ഇതിൽ നിന്ന് മോചിതനായി എന്നെ നിജസ്വരൂപത്തിൽ തന്നെ, തൻ്റേതായ സ്വരൂപം,
എൻ്റെ സ്വരൂപം എന്താണ്? ശിവമാണ്. ആ ശിവസ്വരൂപത്തിൽ എന്നെ ലയിപ്പിക്കണമേ. ശിവസ്വരൂപം തന്നെയാണ് ഞാനെന്ന ആ പരമസത്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. ഇത് തന്നെയാണ് ഭഗവാൻ രമണ മഹർഷി തൻ്റെ ജീവിതകാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആരാണ് എന്ന ആ ഗ്രന്ഥത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് സ്വരൂപത്തിൻ്റെ പ്രകാരം എന്താകുന്നു എന്ന ചോദ്യത്തിന് ഭഗവാൻ രമണ മഹർഷി പറയുന്ന ഉത്തരം ഇതാണ്: യഥാർത്ഥമായിട്ട് ആത്മസ്വരൂപം ഒന്നേയുള്ളൂ. ജഗത്ത്, ജീവൻ, ഈശ്വരൻ എന്നൊക്കെ ശുക്തിയിൽ രജതമെന്ന പോലെ, അതായത് കയറിൽ പാമ്പെന്ന പോലെ അതിൽ കൽപ്പിതങ്ങളാകുന്നു. ഇവ മൂന്നും ഒരു കാലത്ത് തോന്നും, ഒരു കാലത്ത് മറയും. ഞാനെന്ന വിചാരം അല്പം പോലും ഇല്ലാത്ത അവസ്ഥ തന്നെയാകുന്നു സ്വരൂപം. കണ്ടോ? അപ്പോൾ സ്വരൂപം എന്താണെന്ന് രമണ മഹർഷി ഇവിടെ നിർവചിക്കുകയാണ്. ഞാനെന്ന വിചാരം അല്പം പോലും ഇല്ലാത്ത അവസ്ഥ, അതായത് എന്നിലെ അഹം പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയാകുന്നു എൻ്റെ സ്വരൂപം. ആ സ്വരൂപം ഏതാണ്? ശിവം. അതുതന്നെയാണ് മൗനമെന്നും പറയുന്നത്. സ്വരൂപം തന്നെ ജഗത്ത്, സ്വരൂപം തന്നെ ഞാൻ. കണ്ടോ? സ്വരൂപം തന്നെയാണ് ഈ ജഗത്തെന്ന് പറയുന്നത്, സ്വരൂപം തന്നെയാണ് ഞാൻ, സ്വരൂപം തന്നെ ഈശ്വരൻ, എല്ലാം ശിവരൂപം തന്നെ. ഇതാണ് പരമമായ അറിവ്. അതാണ് ഞാൻ ആരാണ് എന്ന കൃതിയിൽ ഭഗവാൻ രമണ മഹർഷി നമ്മളോട് പറയുന്നത്. ഞാൻ അതൊന്നുകൂടെ വായിക്കാം, കാരണം ഏറ്റവും കാതലായ കാര്യം ഇതാണ്. ഞാനെന്ന വിചാരം അല്പം പോലുമില്ലാത്ത അവസ്ഥ തന്നെയാകുന്നു സ്വരൂപം. അതുതന്നെയാണ് മൗനമെന്ന് പറയുന്നത്. സ്വരൂപം തന്നെ ജഗത്ത്, സ്വരൂപം തന്നെ ഞാൻ, സ്വരൂപം തന്നെ ഈശ്വരൻ, എല്ലാം ശിവരൂപം തന്നെ. അപ്പോൾ എല്ലാം ശിവരൂപം എന്നറിയുന്ന നിമിഷം ഇത് തന്നെയാണ് രമണ മഹർഷി തൻ്റെ ജീവിതകാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ നോക്കൂ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. രമണ മഹർഷി ഭഗവാൻ പറയുകയാണ്: കാമക്രോധാദി വികാരങ്ങൾ ആർക്കാണ് എന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എന്ന് പ്രത്യേകമായി ഒന്നില്ല എന്നറിയാനാകും. വികാരങ്ങളും മറ്റ് ചിന്തകളും നിശേഷം നീങ്ങി അവിടെ ശേഷിക്കുന്നത് ചിന്തകളില്ലാത്ത, മനോവികാരങ്ങൾ ബാധിക്കാത്ത പരിശുദ്ധമായ ജ്ഞാനം മാത്രമാണ് എന്നറിയാൻ കഴിയും. സഹജമാണ് ശാന്തി, അതെപ്പോഴുമുണ്ട്. അതിനെ മറയ്ക്കുന്നവയെ നീക്കിയാണ് സാധനകളുടെ ഉദ്ദേശം. ചിന്തകളെ ഈ ക്ഷണം തന്നെ നിരോധിക്കൂ. അഭ്യാസം ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ സഹജമായ സ്വരൂപസ്ഥിതിയിലാണ്. നാം ചെയ്യേണ്ടത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ്. ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ലാത്തതാണ് നമ്മുടെ സഹജാവസ്ഥ. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ ഈശ്വരനെ സൃഷ്ടിച്ചു. ഇവർ രണ്ടും നാമരൂപത്തിൽ. യഥാർത്ഥത്തിൽ ഈശ്വരനോ മനുഷ്യനോ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. തീവ്ര ഭക്തിയുണ്ടായാൽ നാം ആഗ്രഹിക്കാതെ തന്നെ സാക്ഷാത്കാരം നമ്മെ തേടി വരും. അതിനുള്ള ശ്രമം തന്നെ അനുഭവമരുളി നമ്മെ അനുഗ്രഹിക്കുന്നു. ശുഭേച്ഛയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള വാതിൽ. ഇപ്പോൾ നാം എന്ത് വിചാരിക്കുന്നത് ഏതിനെയാണെന്ന് ആഴത്തിൽ വിചാരം ചെയ്തറിഞ്ഞാൽ അതൊന്നു മാത്രമാണ് നിത്യസത്യമെന്നും മറ്റുള്ളതെല്ലാം വെറും ദൃശ്യങ്ങൾ, നിഴലുകൾ മാത്രമാണെന്നും അറിയും. ഭൂതഭാവി കാലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം സമയം പാഴാക്കലാണ്.
ആത്മവിചാരം ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് മറ്റു സാധനകൾ. അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാനോ ജപിക്കാനോ ഒന്നും ചെയ്യുന്നവൻ വേണം. ആരാണത്? അത് ഞാനാണ്. ആ ഞാൻ ആരാണെന്ന് കണ്ടെത്തൂ. ഇതാണ് നേരിട്ടുള്ള വഴി. മറ്റെല്ലാ സാധനകളും എല്ലാവരെയും ഒടുവിൽ ഈ ആത്മവിചാരത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. കാണുന്നവൻ കാഴ്ച എന്ന വ്യത്യസ്തതകളോടെ വന്നും പോയുമിരിക്കുന്നത് ഞാനെന്ന ചിന്തയായ അഹന്താ മനസ്സാണ്. വേറൊന്നിനും അവിടെ സ്ഥാനമില്ലാതെ പരിപൂർണ ബോധമായി പ്രകാശിക്കുന്നതാണ് സ്വരൂപം. ആദ്യമായി നിങ്ങൾ തന്നെ സ്വയം ദുഃഖങ്ങളോ ദുരിതങ്ങളോ ബാധിക്കാതെ വർത്തിക്കണം. പുറത്തുണ്ടെന്ന് തോന്നുന്ന ആ ലോകവും അതിലെ ദുരിതങ്ങളുമെല്ലാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നവയാണ്. മനസ്സിനെ അത്തരം ദൃശ്യങ്ങളിലേക്ക് വിടാതെ അന്തർമുഖമായി നിങ്ങളുടെ നിജസ്വരൂപത്തെ അന്വേഷിക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ശാന്തിമയമായ അതൊന്നു മാത്രമാണുള്ളത് എന്ന് ബോധ്യമാവും. എല്ലാ ദുരിതങ്ങളും അതോടെ അസ്തമിക്കും. ഇതാണ് ഇവിടെ രമണ മഹർഷി പറയുന്നത്. അപ്പോൾ അതിദുർഘട ദുർവിഭാഗങ്ങളെല്ലാം അവസാനിക്കാൻ ഞാൻ ആരാണ് എന്ന് സ്വയം അന്വേഷിച്ചാൽ മാത്രം മതി. അതോടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മെ ബാധിക്കാതെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം ശിവസ്വരൂപം തെളിഞ്ഞ് നമുക്ക് പ്രകാശിക്കും. ദേശകാല ബോധമില്ലാത്ത നമ്മുടെ സഹജ പ്രകൃതം തന്നെയാണ് ധ്യാനം. അപ്പോൾ ഈ സഹജ പ്രകൃതത്തെയാണ് ധ്യാനം എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ സഹജ പ്രകൃതം കണ്ടെത്തുന്ന മുഹൂർത്തത്തെയാണ് നാം ധ്യാനം എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ഉള്ളത് 40 എന്ന കവിതയിൽ രമണ മഹർഷി ആ പാടലുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതിലെ ഒരു ശ്ലോകം എത്രാമത്തെ 39ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. നോക്കൂ. മത്തനായി ബദ്ധനായെന്നു മട്ടേ ബന്ധുമുക്തി ചിന്തനൈകൻ ബദ്ധനാരൻ്റു തന്നെ പാർക്കുങ്കാൽ സിദ്ധമായി നിത്തമുക്തൻ താൻ നിൽക്കാതെ ബന്ധചിന്തൈ മുക്തിചിന്തൈ മുന്നിർക്കുമോ. ഇതാണ് ആ ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതങ്ങനെയാണ്. ഇതാ നോക്കൂ. മൂർഖത കൊണ്ട് ഞാൻ ബദ്ധൻ എന്ന് കരുതുന്നു. അങ്ങനെ കരുതുന്നവരെ മാത്രമേ ബന്ധനത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചുമുള്ള വിചാരങ്ങൾ ഉദയം ചെയ്യൂ. ബദ്ധനെന്ന് കരുതുന്ന ഈ ഞാൻ ആരാണ് എന്ന ശ്രദ്ധയെ തന്നിലേക്ക് തിരിച്ച് തന്നെ അറിയുമ്പോൾ നിത്യമുക്തമായ താൻ മാത്രം നിത്യസിദ്ധനായി ജ്വലിക്കും. അപ്പോൾ ഞാൻ സംസാരബദ്ധൻ എന്ന ആ പ്രമാദിഷ്ഠമായ ചിന്ത നിലനിൽപ്പില്ലാതെ മറയും. അങ്ങനെയിരിക്കെ ആ നിലയിൽ ഇനി മുക്തി നേടണമെന്ന രൂപത്തിലുള്ള മുമുക്ഷുതാത്വ ചിന്തയ്ക്ക് മാത്രം പ്രവൃത്തി ഉണ്ടാകുമോ? മുക്തി ചിന്തയും പൂർണ്ണമായി ശമിക്കും. അപ്പോൾ മുക്തി ചിന്ത പോലും ശമിക്കുന്ന ഒരു നിമിഷം, അതായത് ഞാൻ ആരാണ് എന്ന നിജസ്വരൂപത്തെ കണ്ടെത്തുമ്പോൾ മുക്തിക്ക് പോലുമുള്ള ചിന്ത നമ്മിലുണ്ടാകില്ല. ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നൊച്ചൂർ വെങ്കടരാമസ്വാമികൾ എഴുതുന്ന ഭാഗവും കൂടെ നമുക്ക് നോക്കാം. ബന്ധത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടുമെന്ന ചോദ്യത്തിന് ശ്രീ ഭഗവാന്റെ ഉത്തരം ഇതാണ്. ബദ്ധൻ എന്ന് തോന്നുന്നത് ആർക്കാണ്? ബദ്ധനായ ഈ ഞാൻ ആരാണ്? ശ്രദ്ധയോടെ അന്വേഷണം ചെയ്താൽ ഈ തുച്ഛമായ ഞാൻ മറയും. നിത്യമുക്തമായ ബോധം മാത്രം ആ സ്ഥാനത്തിൽ പ്രകാശിക്കും. ആത്മവിചാരം
ശ്രദ്ധാപ്രധാനമാണ്. ശ്രദ്ധ സ്വരൂപത്തിൽ നിന്നും പതറിയാൽ ഞാനെന്ന ജീവാഹന്ത വീണ്ടും പൊന്തി വന്ന് ബന്ധം, മുക്തി, സംസാരം, സന്യാസം എന്നിങ്ങനെ നൂറ്റിക്കണക്കിന് വിക്ഷേപങ്ങളുണ്ടാകും. സമ്പൂർണമായ ആവരണനാശം വരെ ഞാനാര് എന്ന ആത്മവിചാരത്തിന് അന്വേഷണം മന്ത്രജപം പോലെ തുടരണം. കയറ്, പാമ്പ് എന്ന ദൃഷ്ടാന്തത്തിൽ കയറിനെ കണ്ടാൽ പാമ്പ് നിശേഷം മറയുകയും ഒരിക്കലും വീണ്ടും പൊന്തി വരാതിരിക്കുകയും ചെയ്യും. അഹന്തയെ ശ്രദ്ധിക്കുമ്പോൾ അത് മറയുകയും ബോധം പ്രകാശിക്കുകയും ചെയ്യും. എന്നാൽ ശ്രദ്ധ പതറിയാൽ അഹന്ത വീണ്ടും പൊന്തി വരും. സത്യം ആവൃതമാകുകയും ചെയ്യും. അതിനാൽ ഞാനൊരു വ്യക്തിയാണെന്ന അത്യാസം സമ്പൂർണ്ണം നീങ്ങുന്നതുവരെ ഞാൻ ആരാണ് എന്ന് ആത്മവിചാരം പ്രതിബോധം ചെയ്യപ്പെടണം. ഇതാണ് രമണ മഹർഷിയുടെ കാതലായ ടീച്ചിങ്സ്. അതായത് അഹന്തയെ ശ്രദ്ധിക്കുമ്പോൾ അത് മറയുകയും ബോധം പ്രകാശിക്കുകയും ചെയ്യും. പക്ഷേ വീണ്ടും ശ്രദ്ധ പതറുമ്പോൾ ഈ അഹന്ത, ഞാനെന്ന ഭാവം വീണ്ടും നമ്മിലേക്ക് വരും. അപ്പോൾ വീണ്ടും നാം നമ്മുടെ അഹന്തയെ ശ്രദ്ധിച്ചാൽ ആ അഹന്ത മാഞ്ഞു പോകും. ഇങ്ങനെ മാഞ്ഞും വന്നും കൊണ്ടിരിക്കുന്ന ഈ നിജസ്വരൂപം സ്ഥിരമായി നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നാം ധ്യാനത്തിലാകുന്നു എന്ന് പറയാം. ഇതാണ് യഥാർത്ഥ ധ്യാനം. ഞാൻ ആത്മസ്വരൂപമായ നിജസ്വരൂപമായ ശിവനാണ് എന്ന സത്യം അനുഭവത്തിൽ വരുന്നതാണ് ധ്യാനം എന്നാണ് ഇവിടെ മഹർഷി രമണ ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനാ പദ്ധതിയാണ്. ഞാൻ ആരാണ് എന്ന് നിരന്തരം അന്വേഷിക്കുമ്പോൾ നമ്മുടെ അഹന്ത മാറിക്കിട്ടുകയും എൻ്റെ നിജസ്വരൂപമായ ശിവം തെളിഞ്ഞ് ആ ആത്മസ്വരൂപം തെളിഞ്ഞ് വരികയും ചെയ്യും. ഇത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നിജസ്വരൂപം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നാം വീണ്ടും അഹന്തയിലേക്ക് വീഴും, വീണ്ടും നാം നിജസ്വരൂപത്തിലേക്ക് വരണം. അങ്ങനെ ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന് അവസാനം ഞാൻ ശിവമാണ് എന്ന ആ നിജസ്വരൂപത്തിൽ എപ്പോഴും ലയിച്ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ നിതാന്തമായ മൗനമാണ്, നിതാന്തമായ ധ്യാനമാണ്. ഇതാണ് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഓം ശിവായ നമഃ.